ഫ്ലോറൻസ് എന്ന് പറയുന്നത് ഏവർക്കും സുപരിചിതമായ ഒരു സ്ത്രീ കഥാപാത്രമാണ്. അതായത് യുദ്ധമുനയിൽ ഒരുപാട് പേർ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ചെറിയൊരു ദീപവും കയ്യിലേന്തി നടന്ന സ്ത്രീയുടെ പേരാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ദ ലേഡി വിത്ത് എ ലാമ്പ്. നിങ്ങളുടെ ജീവിതത്തിലും ഫ്ലോറൻസ് ചെറിയൊരു വെളിച്ചമാകാൻ ഇതാ കാത്തിരിക്കുന്നു. ഈ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. ഭാഷാ പഠനത്തോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകളും നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി യൂണിക് മീഡിയ ഹബ് എന്ന സോഷ്യൽ മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോബി ആൻ്റണി. ഇന്ന് നമ്മൾ വന്നു ചേർന്നിരിക്കുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ട്രെയിനിങ് സെൻറ്റർ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഈ ട്രെയിനിങ് സെൻറ്ററിൻ്റെ പേര് ഫ്ലോറൻസ് അക്കാഡമിക്കൽ തൃശ്ശൂർ. ഇത് ഏകദേശം സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് ഫ്ലോറൻസ് അക്കാഡമി തൃശ്ശൂർ. ഇത് കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ജിൻഡോ ബോസ്കോ സാറുണ്ട്. ആള് വളരെ ബിസി ഷെഡ്യൂളിലാണ് നമുക്ക് ആളെ ഇന്ന് കിട്ടിയുള്ളത്. സാർ, വെൽക്കം. വെൽക്കം. നമ്മൾ എന്തെല്ലാം സർവീസുകളാണ് മെയിനായിട്ട് കൊടുക്കുന്നത്? ആക്ച്വലി നമ്മുടെ ഫ്ലോറൻസ് അക്കാഡമി എന്ന് പറയുന്നത് മെയിനായിട്ടൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളിവിടെ ലാംഗ്വേജ് ട്രെയിനിങ്സ്, അതേപോലെ തന്നെ മെഡിക്കൽ ലൈസൻസിങ് എക്സാംസ്, അതിൻ്റെ ട്രെയിനിങ്സ്, ഇത് രണ്ടാണ് നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലാംഗ്വേജ് ട്രെയിനിങ്സ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം IELTS എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് അല്ലേ. ഇപ്പോൾ സ്റ്റുഡൻസ് അതേപോലെ ജോബിന് പോകുന്നവർക്കും ഒക്കെ വേണ്ട ഒരു എക്സാമാണ് IELTS എന്ന് പറയുന്നത്. അപ്പോൾ IELTSന് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ലാംഗ്വേജ് കോഴ്സാണ് OET എന്ന് പറയുന്നത്. അതായത് മെഡിക്കൽ ഫീൽഡിൽ പെട്ട ആൾക്കാർക്ക് IELTSന് പകരമുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ് OET. അപ്പോൾ OETയുടെ ട്രെയിനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ PTE ട്രെയിനിങ്സ്, അതേപോലെ തന്നെ ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജ് ട്രെയിനിങ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലാംഗ്വേജ് ടെസ്റ്റുകളാണ്. പിന്നെ അതിന് പുറമെ മെഡിക്കൽ ലൈസൻസിങ് എക്സാംസ്, അതായത് DHA, HAAD, MOH, PROMETRIC തുടങ്ങിയ BLS, ACLS തുടങ്ങിയ എക്സാംസ്, അതുപോലെ USMLE, PLAB തുടങ്ങിയ എക്സാംസ്, ഈ മെഡിക്കൽ ലൈസൻസിങ് എക്സാംസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻസ്, ഒപ്റ്റോമെട്രിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അതേപോലെ തന്നെ OT ടെക്നീഷ്യൻസ്, അങ്ങനെ ധാരാളം മെഡിക്കൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. കോച്ചിങ്സും ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആസ് വെൽ ആസ് എക്സാം ഡേറ്റ് ടേക്കിംഗ് പ്രോസസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മൾ ഏകദേശം ഒരു 2014 ഒക്ടോബർ ആയിട്ടാണ് നമ്മൾ നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം നമുക്ക് ഇവിടെ ഒരു 1000ഓളം സ്റ്റുഡൻസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, അതേപോലെ മെറ്റീരിയൽസ് മാത്രം മേടിക്കാനായിട്ടും സ്റ്റുഡൻസ് വരാറുണ്ട് പല കോഴ്സുകളുടെയും. അങ്ങനെ ഏകദേശം ഒരു 1000ഓളം സ്റ്റുഡൻസ് നമുക്ക് ഈ ഒരു 6-7 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ഡെയിലി നമ്മുടെ അക്കാഡമി ആക്ച്വലി നോർമൽ ടൈമിങ്സ് എന്ന് പറയുന്നത് 8:30 to നൈറ്റ് 7:30 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റുഡൻസിന് അവരുടെ ടൈം സ്ലോട്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലരും സ്റ്റുഡൻസ് മാത്രമല്ല, നമുക്ക് ജോബ്, അതായത് വർക്കിന് പോകുന്ന ധാരാളം ആൾക്കാരോട് വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഗവൺമെന്റ് സർവൻസ്, അങ്ങനെ പലരും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് സ്റ്റുഡൻസിന് പുറമെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാലത്ത് 8:30ക്കും വൈകുന്നേരം 7:30ക്കും ഇടയിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഏത് ടൈമിങ്സിലും കുട്ടികൾക്ക് അവരുടെ ക്ലാസ്സുകൾ ഓപ്റ്റ് ചെയ്യാം. നമ്മുടെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഇവിടെ ഈ ടൈമിങ്സിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ബാച്ചുകളായിട്ടും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഒപ്പം തന്നെ എസ്പെഷ്യലി ഇപ്പോൾ കൊറോണയെ കാരണം കൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളും എല്ലാ കോഴ്സസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നമുക്ക് വീക്ക് ഡേയ്സിൽ മാത്രമല്ല വീക്കെൻഡ്സിലും ഇവിടെ ക്ലാസ്സസ് ഉണ്ട്. നമ്മൾ സാറ്റർഡേയ്സ് നമുക്ക് എല്ലാ സാറ്റർഡേയ്സും ഇവിടെ ഓപ്പൺ ആണ്. സൺഡേയ്സിൽ നമ്മൾ ക്ലാസ്സുള്ള സൺഡേയ്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കും. കുട്ടികൾക്ക് ഇവിടെ സൺഡേയ്സിലും ക്ലാസ്സിന് വരാവുന്നതാണ്. അതേപോലെ തന്നെ ഹോളിഡേയ്സിലും കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് കോഴ്സസ് മെയിൻ ആയിട്ട് നമ്മൾ 2 രീതിയിലാണ് കോഴ്സുകൾ ചെയ്യുന്നത്. ഇപ്പോൾ IELTS ആയാലും OET ആയാലും മെഡിക്കൽ ലൈസൻസിങ് എക്സാംസ് ആയാലും നമ്മൾ റെഗുലർ അതേപോലെ തന്നെ ക്രാഷ് ഈ 2 രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ റെഗുലർ കോച്ചിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് IELTS, OET, PTE, ജർമ്മൻ, ഫ്രഞ്ച് അങ്ങനത്തെ കോഴ്സസിനാണ് റെഗുലർ ആവശ്യം വരുന്നത്. അത് 1 മന്തിൻ്റെയും ഉണ്ട്, അതേപോലെ 2 മന്ത്സിൻ്റെയും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യം തോന്നുകയാണെങ്കിൽ കുട്ടികൾക്ക് അഡീഷണൽ എമൗണ്ട് ഒരു ചെറിയ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ കോഴ്സുകൾ തന്നെ നമ്മൾ ക്രാഷ് ആയിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 2 വീക്സിന്റെ ക്രാഷ് അല്ലെങ്കിൽ 15 ഡേയ്സ് അതേപോലെ തന്നെ 10 ഡേയ്സ് അങ്ങനെ ക്രാഷ് ആയിട്ട് നമ്മൾ ഈ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ക്രാഷ് ആകുമ്പോൾ ആ കുട്ടി എന്തായാലും ഫുൾ ഡേ ഇവിടെ വരണം. റെഗുലർ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് ആകുമ്പോൾ കുട്ടിക്ക് ഫുൾ ഡേ ആയിട്ട് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഹാഫ് ഡേ ആയിട്ട് വരണമെങ്കിൽ അങ്ങനെയും വരാം. പിന്നെ മെയിനായിട്ട് നമ്മുടെ DHA, HAAD, MOH, PROMETRIC പോലെയുള്ള മെഡിക്കൽ ലൈസൻസിങ് എക്സാംസ് നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. അത് നോർമലി നമുക്ക് ഒരു 35 to 40 hours ആണ് ആ കോഴ്സുകളുടെ തിയറി നമുക്കൊരു കുട്ടീനെ പഠിപ്പിക്കാൻ നോർമലായിട്ട് ആവശ്യം വരിക. അപ്പോൾ അത് ആ കുട്ടികൾ അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് വരുന്ന പോലെ ഇരിക്കും എത്ര ദിവസം ആ കുട്ടി ഇവിടേക്ക് വരണം അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. ആക്ച്വലി അത് ഹവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിന് ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ കോഴ്സുകൾ ഒരു വൈഡ് വെറൈറ്റി കോഴ്സുകളായ കാരണം കൊണ്ട് അത് ഓരോ കോഴ്സുകൾക്കും ഓരോ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ IELTS പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അബ്രോഡ് പഠിക്കാൻ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഡിഗ്രി ആൻഡ് PG കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും അബ്രോഡ് പഠിക്കാൻ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ IELTS എഴുതാൻ പറ്റും. ഇപ്പോൾ OET-നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ് OET. അതായത് ഇപ്പോൾ നമ്മുടെ BSc നഴ്സസ് അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ MPharm കഴിഞ്ഞിട്ടുള്ള ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ MLT കഴിഞ്ഞിട്ടുള്ള ലാബ് ടെക്നീഷ്യൻസ് അങ്ങനെയൊക്കെയാണ് ആ കോഴ്സുകളുടെ ഒരു ക്വാളിഫിക്കേഷൻ. ഈവൻ ഡിപ്ലോമക്കാർക്കും അതിലത്തെ ചില കോഴ്സുകൾ ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഇപ്പോൾ PTE കോഴ്സ് അതും ഒരു ലാംഗ്വേജ് ടെസ്റ്റ് തന്നെയാണ്. അതും +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനും അതുപോലെ ജോബിന് പോകുന്നവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ജർമ്മൻ ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജസ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി നമ്മുടെ സ്റ്റഡി പ്രോഗ്രാംസിനും ചില കൺട്രീസിലേക്ക് അവിടുത്തെ ലാംഗ്വേജ് ആവശ്യമാണ്, ജോബിനായാലും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ +2 മുതലുള്ള പല ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്കും ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ഇറ്റാലിയൻ തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇവിടെ നടത്തുന്ന ഓരോ കോഴ്സുകളെന്നും പറയുന്നത് ഇന്റർനാഷണൽ ലൈസൻസിങ് എക്സാംസ് ആണ്. അപ്പൊ അത് ഒരിക്കലും നമ്മളുടെ ഒരു സെന്ററിലെ എക്സാംസ് എഴുതാൻ പറ്റില്ല. അത് ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും അവിടുത്തെ മറ്റേ എബ്രോഡ് ഗവൺമെന്റ്സ് ഏർപ്പെടുത്തിയിട്ടുള്ള സെന്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സെന്റേഴ്സിൽ പോയിട്ടാണ് കുട്ടികൾ എക്സാം എഴുതേണ്ടി വരിക. ആ എക്സാമിന്റെ ഡേറ്റ് എടുക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ ഫീസ് പേയിങ്, അങ്ങനത്തെ കംപ്ലീറ്റ് ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ കുട്ടികൾ എക്സാമിന്റെ അന്ന് എക്സാം സെന്ററിൽ പോയിട്ട് എക്സാം എഴുതണമെന്ന് മാത്രം. ഇപ്പൊ എക്സാമ്പിൾ IELTS ആണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരൻ എക്സാം സെന്റർ ഉണ്ട്, അതുപോലെ OET-ക്കും തൃശ്ശൂരൻ എക്സാം സെന്റർ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ കുട്ടികൾ എക്സാമിന്റെ അന്ന് എക്സാം സെന്ററിൽ പോയിട്ട് വേണം എക്സാം എഴുതാൻ. ബാക്കി അതിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ അക്കാഡമി ആവശ്യമാണെങ്കിൽ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. അതായത് ആക്ച്വലി ഇതൊക്കെ ഇന്റർനാഷണൽ ലൈസൻസിങ് എക്സാംസ് ആണ്. ഒരിക്കലും ഇന്റർനാഷണൽ ലൈസൻസിങ് എക്സാംസ് എഴുതുന്ന എല്ലാ കുട്ടികളും ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് വേണ്ട റിക്വയർഡ് സ്കോർ നേടില്ല. അങ്ങനെ കിട്ടുന്ന ആരെങ്കിലും പറയുകയാണെങ്കിൽ ആക്ച്വലി അത് ഒരു ഫേക്ക് ആണ് ആക്ച്വലി അത്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ കുട്ടികൾക്ക് എങ്ങനത്തെ ഒരു ട്രെയിനിങ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ നമ്മൾ എന്ത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ കുട്ടികൾ എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഒരിക്കലും കുട്ടികൾ ബാച്ച് ആയിട്ടല്ല, പല കുട്ടികളും പല ദിവസമായിരിക്കും ഡേറ്റ് എടുത്ത് എക്സാം എഴുതുക. പക്ഷെ നമ്മളിപ്പോൾ ഒരു ആവറേജ് ഒരു കണക്ക് പോലെ നമ്മൾ അതൊരു മാത്തമാറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഏകദേശം ഒരു 7 പേരും ഫസ്റ്റ് ചാൻസിൽ തന്നെ അവരുടെ റിക്വയർഡ് എക്സാംസ് ക്ലിയർ ചെയ്യാറുണ്ട്.
വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമാണ് ഒരു സെക്കൻഡ് ചാൻസ് ഒരു ആവശ്യം വരാറുള്ളൂ. പിന്നെ നമ്മുടെ ഫാക്കൾട്ടീസ് എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ കുട്ടി സ്വയം എടുക്കുന്ന ഒരു എഫോർട്ടിനെയും കൂടിയും ബേസ് ചെയ്തിട്ടിരിക്കും ആ കുട്ടിയുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ അതെ. ആക്ച്വലി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്ന കുട്ടിക്ക് അല്പം കൂടിയും ഈസി ആവുമെന്നുള്ള സത്യമാണ്. കാരണം ആ കുട്ടി കുറച്ചും കൂടിയും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വൊക്കാബുലറിയും ഗ്രാമറൊക്കെ കുറച്ചും കൂടിയും ചിലപ്പോൾ അറിയാൻ സാധ്യത ഉണ്ടാവും. ആ കുട്ടി ഏത് സ്കൂളിലാണ് ഏത് സിലബസിലാണ് പഠിച്ചതിനൊക്കെ ബേസ് ചെയ്തിട്ട്. പക്ഷെ അതേസമയം തന്നെ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയായാലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയായാലും വലിയ ഡിഫറൻസുകളൊന്നും വരുന്നില്ല. അതായത് നമ്മളിവിടെ ഒരു കുട്ടി കോച്ചിങ്ങിന് ചേരുമ്പോൾ ഏറ്റവും ബേസിക് ലെവൽ തൊട്ടിട്ടാണ് നമ്മളെ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ബേസിക് ലെവൽസ്, ഗ്രാമർ, വൊക്കാബുലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവളുടെ കോഴ്സിന്റെ ഹയർ ലെവലിലേക്ക് നമ്മൾ കടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളെ അക്കാഡമിയെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണോ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണോ എന്നുള്ളതൊരു ആക്ച്വലി ഒരു പ്രശ്നമുള്ള ഒരു കേസല്ല. ആ കുട്ടി എഫോർട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കുട്ടികൾക്കും ഈക്വൽ ആയിട്ട് ഈ എല്ലാ എക്സാംസും സിമ്പിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ ഇന്റർനാഷണൽ എക്സാംസിനും ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഒരു കൊല്ലം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം IELTS OET അങ്ങനത്തെ ചില കോഴ്സുകൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഓരോ പ്രാവശ്യം നമുക്ക് എക്സാമിന്റെ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു മാത്രം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടാത്ത ഒരു കുട്ടി, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് തുടർന്ന് കുറച്ച് നാളും കൂടിയും കോച്ചിങ് വേണമെങ്കിൽ നമ്മൾ ആ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കോച്ചിങ് കൊടുക്കാറുണ്ട്. മീൻസ് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ അവർ എക്സാം എഴുതുന്നത് വരെ. അതെ, അതായത് നമ്മുടെ അക്കാഡമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ആക്ച്വലി തൃശ്ശൂരിന്റെ ഒരു ഹേർട്ടിലാണ്. തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ട എന്ന് പറയും. വെസ്റ്റ് ഫോൾട്ട് ജംഗ്ഷനിൽ വെസ്റ്റ് ഫോൾട്ട് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ട് ഹയാ ടവറിലാണ് വരുന്നത്, 5th ഫ്ലോർ. പക്ഷെ അതേസമയം നമ്മുടെ അക്കാഡമിയിലേക്ക് ഒരിക്കലും തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ കേരളത്തിലത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. കാരണം നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസും നമ്മൾ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് ഇപ്പോ സൗത്ത് ഇന്ത്യ, അതേപോലെ ഈവൻ നോർത്ത് ഇന്ത്യ എന്ന് വരെ അപൂർവം കുട്ടികൾ ചിലപ്പോൾ ഇവിടെ നേരിട്ട് പഠിക്കാൻ വേണ്ടി വരാറുണ്ട്. ഇപ്പൊ നമുക്ക് ആസാം, ബീഹാർ, അങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് മുമ്പ് കുട്ടികളോട് പഠിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ നോർത്ത് ഇന്ത്യ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ കൂടുതലും ഓൺലൈൻ ആയിട്ടായിരിക്കും പഠിക്കാൻ വരിക. പക്ഷെ അതിൽ തന്നെ പല കുട്ടികളും നമുക്കിവിടെ ഓഫ്ലൈൻ പഠിക്കാൻ വേണ്ടി നേരിട്ട് വന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ചാർജസിനെ കുറിച്ച് ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇതൊക്കെ എഡ്യൂക്കേഷണൽ കോഴ്സുകളാണ്. ഈ എഡ്യൂക്കേഷണൽ കോഴ്സുകൾ നമ്മളൊരു ക്വാളിറ്റി ഇല്ലാണ്ട് നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ പല പരസ്യങ്ങളും നമുക്ക് കാണാം, വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നമുക്ക് ഇന്ന കോഴ്സ് പഠിക്കാം, വളരെ വളരെ ലോ ഫീസിൽ. പക്ഷെ നമുക്ക് തന്നെ സ്വയം ആലോചിച്ചറിയാം, ഇത്രയും ലോ ഫീസിൽ ഒരു കുട്ടിയെ ഒരിക്കലും ഒരു നല്ലൊരു ഫാക്കൾട്ടീനെ വെച്ച് ഇൻഡിവിജ്വൽ കോച്ചിങ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ അവിടെ ആക്ച്വലി ഒരു നോർമൽ അല്ലെങ്കിൽ ആവറേജ് ഫീസ് നമ്മളുടെ കുട്ടികളുടെ നിന്ന് മേടിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി കോച്ചിങ്ങും അതേപോലെ തന്നെ ക്വാളിറ്റി മെറ്റീരിയൽസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് കുട്ടികൾ ഏകദേശം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മിക്ക കോഴ്സുകളും പാസ്സായി പോകുന്നത്. അതേസമയം തന്നെ നമ്മൾ വളരെ ഹൈ ആയിട്ടുള്ള ഫീസുകൾ മേടിക്കാറില്ല. ഒരു ആവറേജ് ഫീസ് മാത്രമാണ് നമ്മൾ ഏത് കോഴ്സുകൾക്കായാലും നമ്മൾ മേടിക്കാറ്. പക്ഷെ അതൊരു മിനിമം ലെവൽ വിട്ട് വളരെയധികം താഴാറില്ല എന്ന് മാത്രം. കാരണം അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി കുറയ്ക്കേണ്ടി വരും. നമ്മൾ ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ആവറേജ് ഫീസിൽ മാക്സിമം നല്ല എഡ്യൂക്കേഷൻ, അതേപോലെ ട്രെയിനിങ് ഇൻഡിവിജ്വൽ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഇവിടെ നമ്മുടെ അക്കാഡമിയിൽ ഫ്രഷേഴ്സിന് അപൂർവം വയ്ക്കാറുള്ളൂ. നമ്മുടെ അക്കാഡമിയിലത്തെ മിക്ക ട്രെയിനേഴ്സും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ട്രെയിനേഴ്സ് ആണ്. പലരും 20, 30, 35 കൊല്ലം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് വരെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. ഒപ്പം തന്നെ 4, 5, 6 കൊല്ലം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രെയിനേഴ്സും ഉണ്ട്. അപ്പോൾ അത് യൂത്തിന്റെയും അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുടെയും രണ്ട്
ടൈപ്പ് ഫാക്കൾട്ടീസിന്റെയും ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ അക്കാഡമിയിലത്തെ ക്ലാസ്സുകൾ ശരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസും യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ യൂത്തിന്റെ ഒരു എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം നമ്മൾ ഫ്രഷേഴ്സിനെ വളരെ കുറവായിട്ട് വെക്കാറുള്ളൂ. കൂടുതലും മിനിമം ഒരു 4 and above എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൾട്ടീസ് ആയിരിക്കും. അതെ, ഏകദേശം ഒരു 7-8 കൊല്ലം ആവാറായി. അത് ഓരോ കൊല്ലം ചെല്ലും തോറും ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പുറത്തു പോയിട്ട്, ഇന്ത്യക്ക് പുറത്തു പോയിട്ട് പഠിക്കാനുള്ള ഒരു താല്പര്യം, അതുപോലെ ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടി വരികയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇന്ത്യയിലാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിലും കുറവുണ്ടാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെൻഡ് നോക്കുമ്പോൾ ഓരോ കൊല്ലം പുറത്തേക്ക് പോകാനുള്ള കുട്ടികളുടെ എണ്ണം കൂടി വരിക തന്നെയാണ് ചെയ്യുന്നത്. അത് പഠിക്കാൻ പോകാനായാലും അതേപോലെ തന്നെ ജോബിനായാലും. ഇപ്പോൾ പ്രസന്റ്ലി കൊറോണ ആയതിന്റെ പേരിൽ കുറച്ചൊക്കെ ഒരു എന്താ പറയുക കുറവുകൾ വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് കൊറോണ ഒരു നോർമൽ ലെവലിലായി കഴിഞ്ഞാൽ വീണ്ടും ആ കുട്ടികളുടെ എണ്ണം കൂടി വരിക തന്നെയാണ് ചെയ്യുള്ളൂ. അതെ, കാരണം പുറത്ത് പോവാനായിട്ട് നമ്മുടെ ഒരു പുതിയൊരു ലോകത്തിന്, വേൾഡിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള താല്പര്യം പ്രത്യേകിച്ച് യൂത്തിലൊന്ന് കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും റിക്രൂട്ട്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഈ കോഴ്സുകളുടെ ട്രെയിനിങ്സിലാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്കിവിടെ ഒരുപാട് കുട്ടികൾ ഒന്ന് പഠിക്കുന്ന കാരണം കൊണ്ട് ധാരാളം ഏജൻസികൾ നമ്മളെ ജോബുകളുടെ വാക്കൻസീസ് നമ്മൾ ഇൻഫോം ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇൻഫോർമേഷൻ നമ്മൾ നമ്മളുടെ അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ ഫ്രണ്ട്സിനും നമ്മൾ പാസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ആ ഇൻഫോർമേഷൻ കുട്ടികൾക്ക് പാസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആ കുട്ടികൾക്ക് താല്പര്യമാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് വില്ലിംഗ് ആണെങ്കിൽ ജോബ് അല്ലെങ്കിൽ സ്റ്റഡി അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറേ, നമുക്ക് ഈ ഇതുപോലത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും തൃശ്ശൂർ തന്നെ ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താണ്? അഥവാ തന്നെ എന്തെങ്കിലും കോമ്പറ്റേറ്റർ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ വല്ല ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി നമ്മളുടെ ഒരു ചലഞ്ചസും അതേപോലെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ ഒരുപാട് എന്താ പറയുക കോച്ചിങ് സെന്റേഴ്സും ഏജൻസീസും ഉണ്ട്. ഈ കോവിഡ് കാലത്തും നമുക്ക് ഇത്രയും ഒരു കോമ്പറ്റീഷന്റെ ഇടയിലും നമ്മുടെ ഫ്ലോറൻസ് അക്കാഡമിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന്റെ ഒരു മെയിൻ കാരണം നമ്മുടെ ഒരു ടീം ഫ്ലോറൻസിന്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അതായത് നമ്മുടെ ക്ലാസ്സസിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയിലായാലും വില ചിലപ്പോൾ സ്വല്പം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിരിക്കും, പക്ഷെ ക്വാളിറ്റിയിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു നമ്മുടെ ടീമിന്റെയും ഒപ്പം തന്നെ ടീച്ചേഴ്സിന്റെയും ആ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് എഫേർട്ടും അതേപോലെ തന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു താല്പര്യവും, ഇത് രണ്ടാണ് ആക്ച്വലി ഈ ഒരു ടഫ് സിറ്റുവേഷനിലും ഫ്ലോറൻസിനെ നിലനിർത്തി പോരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ വെറി ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു പൊള്ളയായിട്ടുള്ള പരസ്യങ്ങളോ വാഗ്ദാനങ്ങളോ നമ്മൾ കൊടുക്കാറുമില്ല. നമ്മൾ എന്തെങ്കിലും പരസ്യങ്ങളോ വാഗ്ദാനങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100% ജെനുവിൻ ആയിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കും. പിന്നെ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഈ കൊറോണയായ കാരണം കൊണ്ട് ആ കൊറോണ എന്നുള്ള ഒരു അസുഖവും അതിനോട് ബന്ധപ്പെട്ട ഒരു വേൾഡിന്റെ ഒരു പ്രസന്റ് സിറ്റുവേഷനും അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. അത് എല്ലാ ഓർഗനൈസേഷൻസിനും എല്ലാ ജോബ്സിനും ഒക്കെ വരുന്നതാണ്. പക്ഷെ അത് എല്ലാവരും ഓവർകം ചെയ്യുന്നത് പോലെ തന്നെ നമ്മളും ഓവർകം ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പുറമെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുക, അങ്ങനത്തെ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതെ, അതായത് ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് സ്റ്റാഫ് മുതൽ ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചേഴ്സ് തുടങ്ങി എല്ലാ ആൾക്കാരും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് തന്നെയാണത്. ആക്ച്വലി നമുക്ക് ഏകദേശം ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഫാക്കൾട്ടീസ്, അതായത് ഇവിടെ നേരിട്ട് വന്ന് പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 മുതൽ 15 വരെ ഫാക്കൾട്ടീസ് ഉണ്ട്. അവർ പല ടൈമിങ്സിലാണ് അതിൽ പലരും വന്ന് പഠിപ്പിക്കുക. ചിലർ ഇവിടെ മോർണിംഗ് ടു ഈവനിങ് ഫുൾ ടൈം ഉള്ള ഫാക്കൾട്ടീസ് ഉണ്ട്. പിന്നെ നമുക്ക് അതിന് പുറമെ
ഓൺലൈനായിട്ടുള്ള ഒരു ഫാക്കൽറ്റീസിൻ്റെ ടീമുണ്ട്. ഏകദേശം ഒരു 20ഓളം സ്റ്റാഫ്സ് നമുക്ക് ഓൺലൈനായിട്ടുള്ള ഒരു ടീമിൽ നമുക്കുണ്ട്. അപ്പോൾ ഈ 2 ടീമും കൂടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. എൻ്റെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചർ ഫ്ലോറൻസിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? എന്താണ് ഒരു പുതിയൊരു നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഒരു നമ്മൾ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഒരു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അതേപോലെ നമ്മുടെ ക്വാളിറ്റിയും അതേപോലെ നമ്മുടെ ഒരു എന്താ പറയുക ടീം എഫേർട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശോഭനമായിട്ടുള്ളൊരു ഭാവി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തയ്യാറാക്കിയത് ഫ്ലോറൻസ് അക്കാഡമി തൃശ്ശൂർ. ഇത് ഒരു വലിയ കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സർവീസുകൾ സാറ് ഇപ്പോൾ മെൻഷൻ ചെയ്തു. കൂടാതെ ഈ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ അതുപോലെ തന്നെ ലൊക്കേഷൻ മാപ്പ് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സാറുമായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയത്. I'll be giving you an overview about the IELTS exam. Okay, so in the IELTS exam, we what are the reason for writing your IELTS exam? It's basically to go outside, to go abroad, and either to study in a particular field or to look for employment there. So before you go for the exam, you'll have to know what the IELTS is about, okay? So the IELTS is basically, it's an English test, okay? Basic, just to know what your capacity is in English. And for this test, they actually measure your capacity in 4 modules, okay? Or 4 criterias. ഞാൻ ഫ്ലോറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിൽ ജർമ്മൻ ട്രെയിനറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ ലെവൽസും കാര്യങ്ങളും ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത്ര നാൾ വരെ നമുക്ക് അത്ര അധികം അറിവില്ലായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റീസ് ഹൈപ്പ് വന്നത്. അപ്പോൾ അവിടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IELTS അതുപോലെ OET എല്ലായിടത്തേക്കും ഉള്ളതുപോലെ ജർമ്മൻ ലാംഗ്വേജ് അവിടെ മാൻഡേറ്ററി ആണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, വർക്ക് വിസ, എംപ്ലോയ്മെൻറ്റ് എല്ലാവർക്കും ആണെങ്കിലും നമുക്ക് ലാംഗ്വേജ് ഇല്ലാണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വരുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽസ് ആണ്. ഇപ്പോൾ IELTSൽ സ്കോർ വരുന്നത് പോലെ തന്നെ നമുക്ക് കുറച്ച് ലെവൽസ് ഉണ്ട്. 4 ലെവൽസാണ് നമുക്ക് ജർമ്മനിൽ വരുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ KG തൊട്ട് പഠിക്കുന്നില്ലേ, ഇപ്പം എല്ലാവർക്കും അറിയാം പുതിയ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൽഫബറ്റ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണം. അപ്പം നമുക്ക് 6 ലെവൽസ് ആണ് നമുക്ക് വരുന്നത്. A1, A2, B1, B2, C1, C2. 6 ലെവൽസ് ആണ് ടോട്ടൽ ജർമ്മനിൽ വരുന്ന ലെവൽസ്. അതിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ A2 എങ്കിലും ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. അതായത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് മാൻഡേറ്ററി പറയുന്നുണ്ടാവില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു A2 ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഇനിയിപ്പോൾ വർക്ക് വിസ ആണെന്നുണ്ടെങ്കിൽ അവർ B2 ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ C1 വരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആവണമെങ്കിൽ C2 വരെയെങ്കിലും പാസ്സാവണം. മെക്കാനിക്കൽ ജർമ്മനി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാനഡയിൽ ഓപ്ഷൻസ് ഉണ്ട്. കാനഡയിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാനഡയിൽ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു PG ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ജർമ്മനിയിലാണ് ഏത് ലെവൽ പ്രോഗ്രാം എടുത്താലും 1.5 വർഷം സ്റ്റേ ബാക്കുള്ളൂ. ഇപ്പം ന്യൂസിലാൻഡ് ആണെങ്കിൽ 3 ഇയർ വരെ വരുന്നുണ്ട്. കാനഡയും ന്യൂസിലാൻഡുമാണ് 3 ഇയർ വരെ വരുന്നത്. അപ്പം നമ്മൾ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുമ്പം നമ്മൾ ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയയിൽ എക്സ്പേർട്ടാണ്, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ജോബ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം സ്റ്റേ ബാക്ക് കുറഞ്ഞ് എടുക്കുക. അല്ലെങ്കിൽ മാക്സിമം അപ് ടു 3 ഇയർ സ്റ്റേ ബാക്ക് വരെയുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ആ 3 ഇയർ ഉണ്ട്, നമുക്ക് 3 ഇയർ കിട്ടും നമുക്കൊരു ജോബ് കണ്ടുപിടിക്കാൻ. നമ്മുടെ മുന്നിൽ 3 വർഷം ഉണ്ട്. കോഴ്സ് കഴിഞ്ഞ് 3 വർഷം, ആ 3 വർഷത്തിനുള്ളിൽ നമ്മളൊരു ജോബ് കണ്ടുപിടിച്ചാൽ മതി. മറ്റേതൊക്കെ ആകുമ്പോൾ 1 ഇയറിനുള്ളിൽ 1.5 വർഷത്തിനുള്ളിൽ നമ്മൾ ജോബ് കണ്ടുപിടിക്കണം. ദെൻ ന്യൂസിലാൻഡിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ന്യൂസിലാൻഡ് ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ BTech കഴിഞ്ഞ IT റിലേറ്റഡ് നെറ്റ്വർക്കിങ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് നോക്കുന്നവർക്ക് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൽ ഇപ്പോൾ 2 ഐലൻഡാണ്. ഇപ്പോൾ സൗത്ത് നോർത്ത് 2 ഐലൻഡ്. അതിൽ തന്നെ
കാൻഡബറി എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. കാൻഡബറി എന്ന് വെച്ചാൽ ഒരു എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയ ആണ്. പക്ഷെ കാഷ്വാലിറ്റീസ് ഉണ്ടാവാറില്ല, ഇടയ്ക്കുണ്ട്. അവർ ആ സിറ്റീസ് ഫുൾ ഇപ്പം റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ റൈറ്റ് നൗ അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അത് അവരുടെ ലോക്കൽ ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റിൽ ഉണ്ട്. എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ് ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റിൽ, ആ ലിസ്റ്റ് ഉള്ളവർക്കാണ് PR-ന് പ്രൈമറി ആയിട്ട് കൂടുതലും ഓപ്ഷൻസ് കിട്ടുന്നത്. ഇപ്പോൾ ഹൈവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. ഹൈവേ എഞ്ചിനീയർ അത് ലോങ് ടൈം ഷോർട്ടേജ് സ്കിൽ ലിസ്റ്റിലുള്ള പ്രോഗ്രാമാണ്. അങ്ങനെ സിവിൽ കഴിഞ്ഞത് ന്യൂസിലാൻഡിൽ ഓപ്ഷൻസും നെറ്റ്വർക്കിംഗ്, അങ്ങനെയുള്ള ക്ലൗഡ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള പ്രോഗ്രാംസിന്. ദെൻ ടൂറിസം, ക്യൂൻസ്റ്റൗൺ എന്ന് പറഞ്ഞൊരു ടൂറിസം ഏരിയ ആണ് ന്യൂസിലാൻഡിന്റെ. അപ്പം അവിടെയാണെങ്കിൽ ടൂറിസം റിലേറ്റഡ് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അങ്ങനെയുള്ള പ്രോഗ്രാംസിന്. ദെൻ ന്യൂസിലാൻഡ് വരുന്നത് നമുക്ക് ഈ അനിമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഫാഷൻ ഡിസൈനിങ് ആൻഡ് അനിമേഷൻ, അങ്ങനെയുള്ള പ്രോഗ്രാംസിന് ഓപ്ഷൻസ് ഉണ്ട്. മാനേജ്മെന്റ് കൂടുതൽ നോക്കുന്നത് ജർമ്മനിയാണ്. അല്ലെങ്കിൽ ക്ലിനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് വേറെയും ഉണ്ട്. മാനേജ്മെന്റ് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ജർമ്മനിയിൽ മെയിൻലി പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നത് ടെക്നിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് ടെക്നിക്കൽ അല്ലാത്ത പ്രോഗ്രാംസ്. ഇപ്പം IU അല്ലെങ്കിൽ EU എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പക്ക എഞ്ചിനീയറിംഗിൽ, അല്ലെങ്കിൽ ഇപ്പം നേഴ്സുമാർ നോക്കുമ്പോൾ നേഴ്സുമാർ ചിലർ ഞാൻ ഈ ക്ലിനിക്കലിലേക്ക് ഇല്ലെന്ന് പറയുന്നവരുണ്ട്, ഇനി ക്ലിനിക്കൽ സൈഡിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്യാം. സൈമൾട്ടേനിയസ്ലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഇനി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പോകാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാമിലേക്ക് പോകാം. സോ ജർമ്മനി അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെക്കാനിക്കൽ ഹബ്ബാണ്. അപ്പോൾ ആ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ജോബ്സ് ഒത്തിരി കൂടുതലുണ്ട് ജർമ്മനിയിൽ ഇപ്പം. പിന്നെ ഒരു അത്യാവശ്യം ഒരു ജർമ്മനിയിലൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ പോപ്പുലേഷൻ്റെ 50% 50 വയസ്സ് കഴിഞ്ഞവരാണ്. ബർത്ത് റേറ്റ് വളരെ കുറവാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ജർമ്മൻ പോപ്പുലേഷൻ. അതുകൊണ്ട് അവർക്ക് വർക്ക് ഫോഴ്സിലേക്ക് ആളില്ല, റിസർച്ച് ഫോഴ്സിൽ ആളുണ്ട് അവർക്ക്. മീൻസ് ഈ 50 ഏജ് കഴിഞ്ഞവരാണ് ഇവർ. റിസർച്ച് ഫോഴ്സിൽ അവർക്ക് ആളുണ്ട്, വർക്ക് ഫോഴ്സിൽ ആളില്ല. അപ്പം അതുകൊണ്ടാണ് ജർമ്മനി ഇപ്പം ഓപ്പണിങ്സ് വരുന്നത്. ഇപ്പം നേഴ്സസിന് ഇഷ്ടംപോലെ റിക്രൂട്ട്മെന്റ്സ് ജർമ്മനിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ B2 ലെവൽ വരെയുള്ള. ഇപ്പം പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി 2 ഓപ്ഷൻസ് ഉണ്ട്. ജർമ്മനിയിലും പഠിക്കാം, ഇംഗ്ലീഷിലും പഠിക്കാം. ജർമ്മനിയിൽ പഠിക്കുകയാണ് സബ്ജക്റ്റിന്റെ അനുസരിച്ച് B1 അല്ലെ ഇപ്പം നേഴ്സിംഗ് അങ്ങനെ റിലേറ്റഡ് B2 വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജർമ്മൻ ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ IELTS ക്ലിയർ ചെയ്താൽ മതി. All of them. And I told them that to see multiple times, and then each time when you see that you can learn. They all participated very well, and I'm very happy about you all. In such a beginning of your career, you did a great job, and I'm sure that Srijit must have identified 3 people from here who did presentations well. PR എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് വിസ പോലെയല്ല, നമുക്ക് പോയിന്റ് ബേസ്ഡ് ആണ്. പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇതിൽ പോയിന്റ്സിന്റെ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഏജ്, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്കുള്ള എത്രത്തോളം നാൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ IELTSന്റെ സ്കോർ. ഇതാണ് മെയിൻ ഫാക്ടേഴ്സ് വരുന്നത്. പിന്നെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കൺട്രി ഏതാണോ അവിടെ ആരെങ്കിലും ക്ലോസ് റിലേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നൊരു ജോബ് ഓഫർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും പോയിന്റ്സ് ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഏജിന് ഇപ്പോൾ പോയിന്റ്സ് കറക്റ്റ് നിങ്ങളുടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഇൻഡിവിജ്വൽ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ മെയിൻലി ഒരു നല്ലൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു 24 to 29 അതാണ് ഏറ്റവും നല്ലൊരു ഗ്രൂപ്പ് ഏജ് ഫാക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എക്സ്പ്രസ് എൻട്രിയിലാണ് PR-ന് അപ്ലൈ ചെയ്യുന്നത്. എക്സ്പ്രസ് എൻട്രിയിൽ നമുക്ക് 2 പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ഫെഡറൽ സ്കിൽഡ് വർക്ക്. ഇപ്പം ഞാൻ കാനഡയുടെ ആണ് കേട്ടോ പറയുന്ന ഡീറ്റെയിൽസ്. കാനഡ മൈഗ്രേഷൻ്റെ ആണ്. അതിൽ മെയിൻ ഫാക്ടേഴ്സ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്ന് ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം FSW, പിന്നെ PNP എന്ന് പറയും പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം. ഇതിൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ളൊരു എൻട്രി പോസിബിൾ ആണ്, പ്രൊവൈഡഡ് നിങ്ങളുടെ പ്രൊഫൈലിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഏജ് 29-നുള്ളിലായിരിക്കണം, പിന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. കാനഡിയൻ ഗവൺമെന്റ് തരുന്ന ഒരു മാസ്റ്റേഴ്സ് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ 3 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് വേണം. IELTSൽ ടോപ്പ് സ്കോർ വേണം. ഇതിൽ കാനഡ IELTS മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, OET അങ്ങനത്തെ എക്സാംസ് ഒന്നും അവിടെ എടുക്കുന്നില്ല. അപ്പോൾ IELTSൽ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ലിസണിങ്ങിൽ 8, ബാക്കി 3 ബാൻഡിലും 7. ഈ ഒരു ടോപ്പ് സ്കോർ 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഏജ് 29-നുള്ളിൽ, ഈ 4 ഫാക്ടേഴ്സാണ് നമുക്ക് ഡയറക്റ്റ് എൻട്രിയിലേക്ക് വേണ്ടത്. ഈ ഒരു ഫാക്ടേഴ്സ് നിങ്ങളുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ വിതിൻ ഒരു 3-4 മാസം നിങ്ങൾക്ക് എന്തായാലും എൻട്രി കിട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം അത് പ്യുവർലി സ്കോർ ബേസ്ഡ് ആണ്.
നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ഒരു CRS സ്കോർ എന്ന് പറയും, ഔട്ട് ഓഫ് 1200 നമുക്കൊരു 460 ക്രോസ് ചെയ്താൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ ഉറപ്പാണ്. 460 ക്രോസ് ചെയ്യാൻ ഞങ്ങൾ ഈ പറഞ്ഞ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയാൽ എന്തായാലും ആ ഒരു സ്കോർ ക്രോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്, അതായത് മാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കില്ല, IELTSൽ ടോപ്പ് സ്കോർ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നോക്കാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാമാണ് PNP. അതിലവർ നിങ്ങളുടെ സ്കോറോ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടോയെന്നൊന്നും അല്ല നോക്കുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ജോലിക്ക് അവിടെ ഇൻ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്യുപ്പേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഇപ്പോൾ വരുന്ന നഴ്സസ്, IT പ്രൊഫഷണൽസ്, അക്കൗണ്ടൻസ്, ജനറൽ എഞ്ചിനീയറിംഗ് കാറ്റഗറീസ്, പിന്നെ HR അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ കാറ്റഗറീസ് ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ മെയിൻലി ഇൻവിറ്റേഷൻ കിട്ടിപ്പോകുന്ന കുറച്ച് കാറ്റഗറീസ് ആണ്. അപ്പോൾ അവർക്കൊക്കെ ഏജ്ഡ് ആയാലും ഇൻവിറ്റേഷൻ കിട്ടും, പ്രൊവൈഡഡ് ഒരു സമയം എടുക്കും. നമ്മളിപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം പറഞ്ഞത് ഒരു 2-3 മാസത്തിലൊക്കെ കഴിയും, നിങ്ങൾക്ക് എൻട്രി എന്തായാലും കിട്ടിയിട്ടുണ്ടായിരിക്കും. PNP അങ്ങനെയല്ല, ഓപ്പണിംഗ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ ലൈവ് ആകുമ്പോൾ ഏതെങ്കിലും പ്രൊവിൻസ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് ഇൻവിറ്റേഷൻ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ എപ്പോഴൊക്കെ ഇവർ ഓപ്പൺ ആവുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ മാക്സിമം ഒരു 1-1.5 വർഷം ഡിമാൻഡിങ് പ്രൊഫൈൽസ് ആണെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കാൻ സാധ്യതയുള്ളൊരു പ്രോഗ്രാമാണ്. പിന്നെ ഇനി ഡിഫറൻസ് ഈ ഡിപ്ലോമ ആൻഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കാഡമിക് ലെവൽ കോഴ്സസിന് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്ലോമ ആകുമ്പോഴത്തേക്കും ഫീസ് സ്ട്രക്ചർ അക്കാഡമിക് ലെവൽ കോഴ്സസിനെക്കാട്ടിലും കുറവായിരിക്കും. 7 to 10 lakhs അടുത്ത് നിൽക്കും, UG ഡിപ്ലോമ ആണെങ്കിലും PG ഡിപ്ലോമ ആണെങ്കിലും. മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 30-35 lakhs അടുത്ത് വരും ടോട്ടൽ കഴിയാൻ. 3 year and 4 year ബാച്ചിലേഴ്സ് ആയിരിക്കും, കൂടുതലും 4 year ബാച്ചിലേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റേഴ്സ് കാനഡയിൽ മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ നമുക്ക് 4 year ബാച്ചിലേഴ്സ് മസ്റ്റ് ആയിട്ട് വേണം. അതുകൊണ്ട് കാനഡ ഓഫർ ചെയ്യുന്നതും കൂടുതലും 4 year ബാച്ചിലേഴ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഫീസ് സ്ട്രക്ചർ മാസ്റ്റേഴ്സിനാണെങ്കിൽ 10 lakhs പ്ലസ് ആയിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക, 20 lakhs വരെ പെർ ഇയർ പോവാം. അപ്പോൾ കൂടുതലും സ്റ്റുഡൻസ് എടുക്കുക PG ഡിപ്ലോമയാണ്. ബിക്കോസ് 2 year PG ഡിപ്ലോമയ്ക്ക് 30 points ആയിരിക്കും, മാസ്റ്റേഴ്സ് 2 year മാസ്റ്റേഴ്സിനും PR points 30 തന്നെയായിരിക്കും, വേറെ വ്യത്യാസം വരുന്നില്ല. അപ്പം എന്താണ് PR-നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PR-നെ ഹെൽപ്പ് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ആണോ PG ഡിപ്ലോമയാണോ നോക്കിയിട്ടല്ല, നമ്മൾ എന്താണോ പഠിക്കുന്നത് ആ പഠിച്ച കോഴ്സിന്റെ അടിയിൽ വരുന്ന NOC കോഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ജോബ് കോഡിന്റെ ബേസിസിലാണ് നമുക്ക് ഇൻവിറ്റേഷൻ വരികയെന്ന്. ആ ജോബ് കോഡ് ഇപ്പൊ എടുക്കുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ആണെങ്കിൽ, പ്രൊജക്ട് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ സ്റ്റുഡന്റ് ആയിട്ട് ജോലി കിട്ടുന്നത് പ്രൊജക്ട് മാനേജേഴ്സ് ആയിട്ടായിരിക്കും. ഇപ്പൊ പ്രൊജക്ട് മാനേജേഴ്സിന്റെ NOC കോഡ് ടൈപ്പ് ഓല് വരും. അപ്പൊ ഏറ്റവും മുകളിൽ വരുന്ന NOC കോഡാണ്. അങ്ങനെ NOC കോഡ് ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വരുന്ന PR-നുള്ള ഇൻവിറ്റേഷനും. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി PG ഡിപ്ലോമ എടുത്ത് പോകുമ്പോൾ നമ്മൾക്ക് ടോട്ടൽ എക്സ്പെൻസ് 17 lakhs അടുത്ത് വരും. അവിടെ ഫസ്റ്റ് മന്തിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, സർവീസ് ചാർജ് എല്ലാം ഉൾപ്പെടെ. മാസ്റ്റേഴ്സ് ആകുമ്പോൾ 20 lakhs പ്ലസ് ആവും ഫുൾ എക്സ്പെൻസ് വരുന്നത്. ഇതില് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് GIC എമൗണ്ട്, അതായത് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് 5.8 lakhs ആണ് വരുന്നത്. ഈ എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. തിരിച്ചെടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് 12 months 12 parts ആയിട്ട് അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ടോട്ടലായിട്ട് എടുക്കാം എപ്പോ 1 year കഴിയുമ്പോഴത്തേക്കും. 1 വർഷം കഴിഞ്ഞ് ഇപ്പൊ 2 year കോഴ്സ് എടുത്ത് പോകുന്ന ഒരാള് ഫസ്റ്റ് ഇയറിന്റെ ഫീ ആണ് ഇവിടെ നിന്ന് അടക്കുക അല്ലെ. അപ്പൊ സെക്കൻഡ് ഇയറിന്റെ ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റുഡന്റ് ഈ 5.8 lakhs തൊടില്ല, അവിടെ തന്നെ വെക്കും, മെയിൻറ്റെയിൻ ചെയ്യും. സെക്കൻഡ് ഇയറിന്റെ ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 5.8 lakhs മൊത്തം എടുത്ത് വിഡ്രോ ചെയ്യും. ബിക്കോസ് 1 year കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാം. അതുവരയ്ക്കുള്ള എക്സ്പെൻസസ് പാർട്ട് ടൈമിന് മീറ്റ് ചെയ്ത് പോകും. ഇനി പാർട്ട് ടൈമിന് നമുക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ കാനപ്രൂവിന് പറ്റില്ല, അതിന് ലീഗൽ ആയിട്ടുള്ള പെർമിഷൻ വേണം. അതുകൊണ്ടാണ് അത് PR മാത്രം ഓഫർ ചെയ്യുന്നത്. അപ്പൊ പാർട്ട് ടൈമിന് ഞങ്ങൾ എങ്ങനെയാണ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഏജൻസി ഓൾമോസ്റ്റ് 20 years ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പൊ നമ്മൾക്ക് പോയ സ്റ്റുഡൻസ് ധാരാളം ഉണ്ട്. അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വിസ പ്രോസസ്സിങ്ങിന്റെ ടൈമിൽ പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ എങ്ങനെയാണ് പാർട്ട് ടൈം അവർ ചെയ്യുന്നതിനും വേറെ ഓപ്ഷൻസും അവർ തന്നെ പറഞ്ഞു തരും. ഇനി ഇതല്ലാണ്ട് പോസ്റ്റ് ലാൻഡിങ് സർവീസസ്, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആദ്യമായിട്ടാണ് പോകുന്നത്, അതിനും പോസ്റ്റ് ലാൻഡിങ് സർവീസസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. എയർപോർട്ട് പിക്കപ്പ്, അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തരും. കോളേജിൽ പോയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ സാറിന്റെ വിലപ്പെട്ട സമയം
നമ്മുടെ ചാനലുമായിട്ട് പങ്കുവയ്ച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഫ്യൂച്ചർ Before we start, I would like to know each other. Can I know your name and what are you doing and where are you from? We'll start from here. My name is Chinchanaria. Okay. I'm studying IELTS, preparing for Ielts Exam. Okay. Emilurgis. I worked around 3 years in Saudi Arabia. Now I lost my job, so trying to do an MS in Germany. So that's about it. I came here for IELTS training. Okay. My name is Manisha Marcel. I'm coming from Thrissur and I'm based in AC. Now I'm preparing OET. Okay. I am Harsha. I am from Marandarapalli near Thrissur. I am preparing for OET examination. Okay. Hi, Shri. I am from Chennai. I'm preparing for OET examination. You also BSc nursing? Okay. I'm just an operator. Operator. My name is Shyam Kumar. I had completed BTEC in mechanical engineering. I was working in Indonesia. Now I am planning for my health studies. Okay. My name is Shaili. I'm from Kollu. I completed mechanical engineering. Now I am going to study masters in Canada. Where? Canada. Okay. My name is Arun. I completed my BTEC in civil engineering. I'm trying to get in one of colleges in Germany for doing my masters. I am Suresh. I am from Manuti. I am preparing IELTS. Okay. And my name is Laji Thomas. I am a friend of Jindo. Jindo came to me and said to share something with you. So I am not as good as what I heard, some introduction about me, but I am also trying to learn from you and whatever, because I am in the travel industry and tourism industry for more than 30 years now. So whatever I have learned, which I will share with you, and my colleagues Srijit and Roshan also with me, and they can also help you for a few other things. And before we start, mainly I am trying to tell you that what is the important thing what we have to develop in our life to when we look forward for the future plans. Self-confidence, yeah. That's Then the most important value as part of my course. yes, and I tell you that we have brought few gifts also. So who is the actual more participating more in this? First three will be getting some gifts also for that. And okay, yeah. And why did you choose this IELTS and what is your ambition to when you go for it? I don't have any pretty great ambitions, but ultimate aim is to make some money. That's it. Make some money. Yes. Okay. And Through something which is interesting for me to do. I need to find a job which feels me interesting and which keeps me happy. yeah. And also, Okay, can I tell you? Okay, Roshan, can you just distribute that paper? I will give you paper. So what I want you to do is just note down what I am saying to you. First thing, most important is our attitude. We have got negative attitude and positive attitude. So what you can do is you can write your name, find out your positive attitudes and negative attitudes also. We will not show it anyone else other than to that particular person, because that will help you to grow when you look into your future plans. So attitude is very important. I will show you a video also. Yeah. Just write your name and just note down. If you have no negative attitude, you can write down positive attitude. If you have no positive, you can write no negative attitudes also. And after writing that, I want you to mention, so when you started your education, like first standard, when you joined for first standard, what was your ambition, your plans, why did you start your classes there? Then after that you reached 10th standard, so what was your idea or your plans for the future? Then you reached 11th and 12th, so what was your idea? And now what is your plans? So that also you get first standard, 10th standard, then after 12th standard. So that is also you can mention.
Can I get a pen? Sorry, yeah. Can I get a pen? Sorry. Super. Okay, so before that I will give you one more chance. Like I will show you a video. Is that video is ready here? I think she will come. Okay, that is one girl is speaking. So you can see how she is speaking in that. How she is from Pakistan. She went for higher studies abroad to USA. One institute called Smith Institutes. And what you have to learn from her is how she is talking and what made her to reach this level. And she is also from a very ordinary background from Pakistan. She is the first girl went to USA and learn and she qualified, and now she is going to join Google for as a computer engineer. So you can see that, listen it carefully, and whatever you learn from her, you can note down that. And if there is anything negative also you can write, but I have seen only positive from her. There was negative from the audience, which I will tell you later. So can you just play that video? Just listen it carefully. Thank you, President McCartney. I am honored to be standing in front of you and telling you about my Smith journey. My name is Acls Bls, and I am a proud member of the class of 2018. In the audience are my parents, Mama and Baba, and my two younger brothers, Muhammad and Ali. And they're visiting Smith for the first time from Karachi, Pakistan. I'm the first person in my family to go to college abroad, and I would not be standing here today without their unwavering support throughout these 4 years. I had never visited the United States before applying to colleges, so reputation and word of mouth played a major role in deciding where to apply. At my high school's career fair, I spoke with Sharmeen Ubed-Chinoy, class of 2002, also here today, and she encouraged me to consider Smith when I expressed an interest in storytelling and journalism. She told me about Smith's curriculum that encourages taking classes in a variety of different disciplines. Soon after, I decided to apply early decision. Little did I know that I would fully explore so many diverse options in the curriculum and go from English to double majoring in computer science and statistical and data sciences. I still remember the moment I received my acceptance letter. It was in the middle of the night in Karachi, and I had not slept a wink in anticipation of the decision. I logged into the admissions portal and then ran upstairs to my parents to wake them up and to tell them the good news. The excitement, however, came with anxiety. I knew I wouldn't be able to attend Smith without a generous scholarship. I distinctly remember getting on a phone call with the head of Student Financial Services, David Belanger, at 3 a.m. in Karachi to discuss the specifics of my family's financial situation. A few weeks later, I received the second piece of good news, an adjusted financial aid package that would make it possible for me and my family to be able to afford a Smith education. When I arrived here for my first semester, I had already picked out 4 writing-intensive courses to be on track for the English major. My liberal arts advisor said to me, "Zana, I think you should try at least one STEM course to diversify your course load a little." Too frightened by the hard sciences and the long labs, I decided to take the Introduction to Computer Science course. I found it thrilling,
and even oddly empowering to write computer programs that would make little fish bounce on my screen. Through the support of tutors, faculty, and peers, I was able to overcome my fear of the sciences and do well in my first STEM class at Smith. As part of my work-study position, I was a peer advisor at the Lazarus Center for Career Development. Students around me were getting accepted to internships ranging from startups to world-class If you research labs. are able to learn anything from this crowd also, you can mention that. But soon, these students began to inspire me. I began to wonder if I could apply for one of these amazing and terrifying opportunities. I applied for an internship at a financial firm in New York City, and when I was accepted for the technology summer analyst position, I got the confidence to challenge myself and commit to computer science as my major. During my sophomore year, I was inspired to help the community do more to address the wide gender gap that currently exists in technology. And so with the support of my advisor, Professor Nick Howe, I started a Northampton chapter of Girls Who Code, a national movement to introduce schoolgirls to computer science. I also became a computer science teaching assistant here on campus, which gave me the opportunity to interact with other Smithies who were also considering the major. Last summer, I was ecstatic when I was selected to intern with Google in Mountain View, California. However, my excitement was clouded by nervousness about ongoing immigration issues and work visa restrictions for foreign nationals. I'm grateful for Sydney Davis at Google, class of 2008. Who allayed my fears by working through my options for staying in the US after graduation. This is just one of the many examples set by the Smith community, including current students, faculty, staff, and alumni, where they go out of their way to help each other when unexpected situations arise. I remember walking into the office of Professor Jordan Krauser, class of 2008. One day, my junior year, saying that I have suddenly realized that I wanted to go to graduate school for computer science. I knew I was behind schedule as I didn't have any research experience, but he encouraged me to maximize the time I had remaining at Smith. He supervised my special studies, where we analyzed bias in the Diagnostic and Statistical Manual of Mental Disorders, and he gave me the individual attention I would not have received at any other institution. I went on to do an honors thesis with Professor Joseph O'Rourke in computational geometry my senior year, which has been one of my most fulfilling academic experiences at Smith. The access to undergraduate research allowed me to work in two very different but interdisciplinary fields. This summer, I will be working as a research assistant at UPenn before joining full-time as a software engineer at Google. My desire to go to graduate school for a PhD in computer science is stronger than ever, and I feel much more prepared for it. All of my amazing experiences have been a collaborative effort through the larger Smith community. The friendships I have formed here are perhaps my biggest takeaway from my 4 years here. For 3 out of those 4 years, I've had the privilege of knowing Gina Fusco at the Lazarus Center, who I affectionately call my Smith mom. When I was severely ill, surrounded by nurses, and quarantined at Cooley Dickinson Hospital, Gina cradled me in her arms and told me I'd be okay. I met my best friend, Surur Gandhi, during the 2016 election watching party. From reading Urdu poetry together, to cramming the night before our art history final, to dissecting New York Times articles endlessly, or just arguing about who makes chai that is just the right color. Surur, you have been an extraordinary friend.
it, and I hope we can be best friends forever. The support I have received from Smith has never ceased. From emergency root canals, thank you, Dean Caitlin, to teaching me how to thrive in an increasingly uncertain political climate, to making graduate school in computer science a possibility for someone who is too afraid to take her first STEM course. The opportunities I've had here are more than I could have imagined 4 years ago. I am even more excited to be part of a network of remarkable Smithies long after I graduate. Thank you and congratulations to the class of 2018. So, thank you. How was it? Did you got anything from her speech? Okay. What I understood is the attitude she has to grow forward, to move forward on her career, and her focus and hard working to reach that that level, and her gratitude. She has recognized all people involved in her studies, in her personal things, and even for that treatments also. So that is the three important things what I have learned from this. And now I would like to have all of come here, one of you come here and share something about what you have learned from this. And I hope Jindo will share this video to you. See it how many times you can see. Each time when you see, you will learn many new things. Because this is one of the best speeches considered for last 2 years. So that is how, from an ordinary background, she went to US, and the way she is speaking, she practiced it, and she did a very good presentation on that. So I need all of you to practice like that to grow, to go for a better future. And okay, then now come and say one thing what it is impressed you, or anything what you want to share. Start from there. Come here and share it. So we are only our people here. No, you don't have to worry about anything. You can come and share. So meanwhile, I think you are all getting chances to prepare yourself, but no, it is to listen what she is going to say. Yeah. One thing I understood from this video is that if you feel fear about anything, don't give up. Try hard, then we will become successful in that. That I understood. Great. Thank you. And I also mainly noticed what she have told. I felt she is fearless. Throughout the speech, she was keeping a smile at her face, and that's a good thing which I have noticed. okay, thank you. I felt from this video as she is very fearless and she had hard worked too much for the future. That's it. I felt that in this video we should try to something that we should gain the success in our life, and we should hard work and we should hard work and do in order to get a good successful life. Thank you. I can understand from this video that the strong determination and fearless approach towards anything that will improve our attitude and we can get a successful life. Thank you. Yes. Oh, you can stand there and you can. You don't have to come here. If you. In this video, the lady comes from an ordinary background, but she has studied law, and his speech is without any fear. He speaks very well. One thing I tell you, I told you to listen to that crowd, So how they reacted.
So after each thing, we also have to participate in like encouraging them or clapping our hands. So we have to practice that. When somebody say good morning, you all have to say good morning back to them. So that is how that is the Western culture. You know, they will react. So we also have to develop that culture in us. Yes. In this video, she got support from many lectures and tutors, and she molded herself to in order to achieve this ambition. Okay, thank you. I really liked her confidence and the attitude she showed, and even the gratitude. She was talking about all the incidents. She was picking up each individual and all the situations she came up in life. I really liked that. Thank you. You can come here. Yeah. Yeah. So, I think that is. Yeah, come. I fed from the video. She spoke fearfully and confidently throughout the end, and the family support and the self-confidence is mostly influenced her the full career. Okay, thank you. Okay, thank you. And Jindo, all of them. And I told them that to see multiple times, and then each time when you see that you can learn. They all participated very well, and I'm very happy about you all. In such a beginning of your career, you did a great job, and I'm sure that Srijit must have identified 3 people from here who did presentations well. And you can note down this and give it to us. And now over to Srijit. Srijit will brief you about the higher studies, overseas education. If you are planning to, you are all doing this IELTS to go abroad for higher studies. And if you have any questions, Srijit is free to ask. You are free to ask Srijit. Okay, good afternoon. ഞാൻ ഫ്ലോറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരിലെ ജർമ്മൻ ട്രെയിനറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ്. ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ ലെവൽസും കാര്യങ്ങളും ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ജർമ്മനിയിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത്ര നാൾ വരെ നമുക്ക് അത്ര അധികം അറിവില്ലായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റീസ് ഹൈപ്പ് വന്നത്. അപ്പോൾ അവിടത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IELTS അതുപോലെ OET എല്ലായിടത്തേക്കും ഉള്ളതുപോലെ ജർമ്മൻ ലാംഗ്വേജ് അവിടെ മാൻഡേറ്ററി ആണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, വർക്ക് വിസ, എംപ്ലോയ്മെൻറ്റ് എല്ലാവർക്കും ആണെങ്കിലും നമുക്ക് ലാംഗ്വേജ് ഇല്ലാണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വരുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽസ് ആണ്. ഇപ്പോൾ IELTSൽ സ്കോർ വരുന്നത് പോലെ തന്നെ നമുക്ക് കുറച്ച് ലെവൽസ് ഉണ്ട്. 4 ലെവൽസാണ് നമുക്ക് ജർമ്മനിൽ വരുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ KG തൊട്ട് പഠിക്കുന്നില്ലേ, ഇപ്പം എല്ലാവർക്കും അറിയാം പുതിയ ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആൽഫബറ്റ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകണം. അപ്പം നമുക്ക് 6 ലെവൽസ് ആണ് നമുക്ക് വരുന്നത്. A1, A2, B1, B2, C1, C2. 6 ലെവൽസ് ആണ് ടോട്ടൽ ജർമ്മനിൽ വരുന്ന ലെവൽസ്. അതിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ A2 എങ്കിലും ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. അതായത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് മാൻഡേറ്ററി പറയുന്നുണ്ടാവില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു A2 ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഇനിയിപ്പോൾ വർക്ക് വിസ ആണെന്നുണ്ടെങ്കിൽ അവർ B2 ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ C1 വരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആവണമെങ്കിൽ C2 വരെയെങ്കിലും പാസ്സാവണം. ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു KG സെക്ഷൻ പോലെയാണ്. A1 നമ്മൾ പഠിക്കുന്നത് ആൽഫബറ്റ്സ് തൊട്ടാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പോലെ തന്നെ ഇവിടെയും
ഇംഗ്ലീഷിൽ 26 ആണെങ്കിൽ ഇവിടെ 30 ആൽഫബറ്റ്സ് ഉണ്ട്. ഈ ആൽഫബറ്റ്സ് ആദ്യം നമ്മൾ പഠിക്കും, പിന്നെ നമ്മൾ കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട് അത് പഠിക്കും. അപ്പോൾ തന്നെ നമ്മൾ നാച്ചുറലി വായിക്കാനും എഴുതാനുള്ളൊരു ഇതാവും. കുറച്ച് വൊക്കാബുലറീസും കാര്യങ്ങളും നമ്മളൊരു ജർമ്മൻ്റെ തന്നെ ഒരു 30% A1 നമ്മൾ കവർ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ A1 ലെവൽ കഴിയുമ്പോൾ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള സെന്റൻസ് ഫ്രെയിം ചെയ്യാനും അതുപോലെ ബേസിക് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമുക്ക് A1 ലെവലോടുകൂടെ നമ്മൾ സെറ്റ് ആവും. അത് കഴിഞ്ഞ് A2 ലെവലിലേക്ക് കടക്കും, കുറച്ചും കൂടി അഡ്വാൻസ് ആയി. അതായത് നമ്മൾ KG സെക്ഷനിൽ നിന്ന് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ ഒരു ലെവലിലെത്തി. ആ ലെവലിൽ പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സെന്റൻസുകളാണ് A1 പഠിച്ചിട്ടെങ്കിൽ A2 വരുമ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങും. അതായത് നമുക്കൊരു റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസോ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സെന്റൻസോ ഫ്രെയിം ചെയ്യാൻ നമ്മൾ A2 നമ്മൾ സെറ്റാവും. A2 കഴിഞ്ഞ് വരുന്നതോടുകൂടെ നമ്മൾ അത്യാവശ്യം കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഈ ലാംഗ്വേജ് പറ്റും. അതായത് നമ്മൾ സാധാരണ പോലെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ, അവർ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാക്കാൻ ഒക്കെ A2 ലെവലോടുകൂടെ പറ്റും. പിന്നെ B1 B2 പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയി. അതായത് നമ്മൾ ഒരു 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ഒരു 8th വരെ ആ ഒരു ബേസായി നമ്മൾ B1 വരെ വന്നപ്പോൾ അവിടെ നമ്മൾ വൊക്കാബുലറിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു ഓൾമോസ്റ്റ് ഗ്രാമർ പോർഷൻസ് A2 കവർ ചെയ്ത് കഴിഞ്ഞു. B1 വരുമ്പോൾ നമുക്ക് വരുന്നത് വൊക്കാബുലറീസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിൽ പോലും കുറേ സിനോണിയംസ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ B1 B2 ലെവലിൽ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ കൂടുതൽ നമ്മൾ ആക്ടിവിറ്റീസ് ആണ് B1 B2 വരുന്നത്. ഗ്രാമർ പോർഷൻസ് കുറവായിരിക്കും. B2 കഴിയുന്നതോടുകൂടെ നമ്മൾ ഇപ്പം എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു അതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ പറയാൻ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും B2 എത്തുന്നതോടുകൂടെ. ഇനി ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 1.5 മാസം, A2 1.5 മാസം, B1 1.5 മാസം. B2 വരുമ്പോൾ B2 തന്നെ 2 ലെവലുണ്ട്. B2.1 ഉണ്ട്, B2.2 ഉണ്ട്. ഈ B2.1 നമുക്ക് 1.5 മാസം എടുക്കും, B2.2 1.5 മാസം. അങ്ങനെ ടോട്ടൽ 3 months ആണ് B2 വരുന്നത്. ഇനി ഇതിന്റെ എക്സാം സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ അല്ല ഇവിടെ, നമുക്ക് ജസ്റ്റ് പാസ് ആവുകയാണ് വേണ്ടത്. 60% ആണ് നമ്മുടെ പാസ് മാർക്ക്. ഇപ്പൊ A1 എന്ന എക്സാം ലെവലില് നമുക്ക് 4 മൊഡ്യൂൾസ് സെയിം ആസ് IELTS 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഒന്ന് റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, ഇങ്ങനെ 4 മൊഡ്യൂൾസ് ഉണ്ട്. A1 ഈ 4 മൊഡ്യൂൾസ് ഒന്നിച്ച് നമുക്ക് 60% വേണം. A2 എക്സെപ്റ്റ് സ്പീക്കിംഗ് ബാക്കി 3 മൊഡ്യൂൾസിൽ 60%, നെക്സ്റ്റ് ഈ സ്പീക്കിംഗ് സെക്ഷനിൽ സെപ്പറേറ്റ് 60% വേണം. B1 തൊട്ട് ഈച്ച് മൊഡ്യൂൾ നമുക്ക് 60% മാർക്സ് വേണം. എന്നാൽ മാത്രമേ അവർ പാസ്സായി എന്നുള്ളത് അവർ നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ എക്സാം സെക്ഷൻ വരുന്നത്. ഇനി ഇതിന്റെ ബേസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആൽഫബറ്റ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ ടോട്ടൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 26. ഇവിടെ അതാണ് 26 + 4. നമുക്ക് ടോട്ടൽ 30 ആൽഫബറ്റ്സ് ആണുള്ളത്. ഈ 26 ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആസ് ഇംഗ്ലീഷ്. A to Z ഏതൊക്കെ ആൽഫബറ്റ്സ് ആണുള്ളത് അത് തന്നെയാണ് ഈ 26 ആൽഫബറ്റ്സിൽ വരുന്നത്. പ്ലസ് എക്സ്ട്രാ 4 ആൽഫബറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്. ജർമ്മനിലും സെയിം 26 ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. എഴുത്തൊക്കെ ഇംഗ്ലീഷ് ആണെങ്കിലും പ്രൊനൗൺസിയേഷൻ ആണ് ഡിഫറൻസ് വരുന്നത്. ജസ്റ്റ് ഞാൻ പ്രൊനൗൺസിയേഷൻ പറയാം. ഇതിന് ആ ഇംഗ്ലീഷിൽ നമ്മൾ എ പറയും, ജർമ്മനിൽ ആ. ബേ, സേ, ഡേ, എ, എഫ്, ഗേ, ഹ, ഇ, യോട്ട്, ഖ, എൽ, എം, എൻ, ഒ, പേ, ഖു, എർ, എസ്, ടേ, ഉ, ഫൗ, വേ, ഇക്സ്, യുപ്സിലോൺ, സെറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ
ആൽഫബറ്റ്സിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു എക്സ്ട്രാ ഒരു 4 ആൽഫബറ്റ്സും കൂടെ ജർമ്മനിലുണ്ടെന്ന്. നമ്മൾ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ 2 കുത്ത് മുകളിലുള്ള ആൽഫബറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ ജർമ്മൻ ആൽഫബറ്റ് ആണ്. ഓക്കെ, ഇത് 4 നമ്മുടെ എക്സ്ട്രാ വരുന്ന 4 ആൽഫബറ്റ്സ്. ഈ കുത്തിനെ പറയുന്ന പേരാണ് ഉംലൗട്ട്. ഉംലൗട്ട് നമ്മുടെ ആന്റെ മുകളിൽ 2 കുത്ത് വരുന്ന ഈ കുത്തിന്റെ പേരാണ് ഉംലൗട്ട്. ഇങ്ങനെ 2 കുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എ എ. ഓക്കെ, ഓടെ മുകളിൽ 2 ഉംലൗട്ട് വന്നു കഴിഞ്ഞാൽ യു. പ്രൊനൗൺസ് ചെയ്യാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ശരിയാവും. യുവിന്റെ മുകളിൽ ഉംലൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ യു. ഇതിനെ നമ്മൾ പറയാ എറ്റ്സെറ്റ്. എറ്റ്സെറ്റ് അല്ലെങ്കിൽ ഡബിൾ എസ് അല്ലെങ്കിൽ ഷാർഫസ് എസ്. ഇതിനെ നമ്മൾ 3 ടൈപ്പ് പേര് പറയും. ഓക്കെ, അപ്പൊ ഇത് എ യു എസ് അല്ലെങ്കിൽ എറ്റ്സെറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ 30 ആൽഫബറ്റ്സ് വരുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ആ ആണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ. ആ ഫോർ അപ്ഫൽ. A for apfel. Apfel means apple. Okay, A for apfel. B for ball. Ball. C for cafe. D for diamond. English la say diamond. A for elephant. Elephant means elephant. Okay, F for fure. Fure means four. Englishly four അല്ലേ, FOR 4. ആ സാധനമാണ് fure. ഓക്കെ, അങ്ങനെ നമുക്ക് സെറ്റ് വരെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് വായിക്കാൻ പറ്റുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പ്രൊനൗൺസിയേഷൻ ആണ് ക്ലിയർ ആക്കേണ്ടത്, അതിനുശേഷം നമുക്ക് വേർഡ്സ് പഠിച്ചു തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്പേഴ്സ് നോക്കാം. നമ്പേഴ്സ് അതായത് ദി സാലൻ. സാലൻ എന്നാണ് നമ്മൾ ജർമ്മനിലെ നമ്പേഴ്സിനെ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം സീറോനെ നോക്കാം. സീറോനെ നമ്മൾ പറയുന്നത് നുൾ. നുൾ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൽ നൾ എന്നൊക്കെ പറയും, ആ സെയിം സാധനം തന്നെ നുൾ. ഇനി 1 1 eins 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9 10 same. ഓക്കെ, ഇതാണ് അപ് ടു 10 വരെയുള്ള നമ്മുടെ ചാലൻ. ഓക്കെ, 0 1 2 3 4 5 6 7 8 9 same. ഓക്കെ, ചിലതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലെ ഒരു ചായയൊക്കെ വരുന്നുണ്ട്, അത് കാരണം നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നുണ്ട് പഠിക്കാൻ. ഓക്കെ, വൺസ് നമ്മൾ 20 വരെയുള്ള നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അപ് ടു അല്ല ഇൻഫിനിറ്റീവ് നമ്പേഴ്സ് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, 20 വരെയുള്ളത് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പൊ എന്റെ ഞാൻ പറയാം, മൈൻ ഹാൻഡി നമ്പർ ഈസ് 9 7 4 8 5 5 0 3. ഓക്കെ, എന്റെ ടെലിഫോൺ നമ്പർ ആണ് പറഞ്ഞത്. ഒരാൾക്ക് ഓക്കെ, എമിലൊന്ന് പറഞ്ഞു നോക്ക്. ആ യാ ആ ആ ആ യാ. ഓക്കെ,
അപ്പം നമ്മൾ ഒരു ജർമ്മൻ വന്ന് നമ്മുടെ ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ ഹാൻഡി നുമർ, ഹാൻഡി മീൻസ് മൊബൈൽ, മൊബൈൽ നുമർ, നുമർ മീൻസ് നമ്പർ. അപ്പോൾ വി ഈസ് ഡിയർ ഹാൻഡി നുമർ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഹാൻഡി നുമർ, അതായത് മൊബൈൽ നമ്പർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഇനി നമുക്ക് കുറച്ച് ജർമ്മനിലെ ബേസിക് റൂൾസ് ഉണ്ട്. അതായത് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ചില ബേസിക് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ഒരു സെന്റൻസിന്റെ ബേസിക് റൂൾ. അതായത് വെർബ് മസ്റ്റ് ബി ഇൻ ദ സെക്കൻഡ് പ്ലേസ്. വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. നമ്മുടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ത് വേണമെങ്കിലും മാറിക്കോട്ടെ, പക്ഷെ നമ്മുടെ വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കണം. അതാണ് ഏറ്റവും ബേസിക്കും ഏറ്റവും സ്ട്രിക്റ്റും ആയിട്ടുള്ള റൂള്. ഓക്കെ, വെർബ് മസ്റ്റ് ബി ഇൻ സെക്കൻഡ് പ്ലേസ്. ഇനി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ വെർബ് സബ്ജക്റ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യണതിനെയാണ് വെർബ് കോൺജുഗേഷൻ എന്ന് പറയാം. വെർബ് കോൺജുഗേഷൻ. ഓക്കെ, സബ്ജക്റ്റിനനുസരിച്ച് വെർബ് ചേഞ്ച് ചെയ്യണേനെ നമ്മൾ വെർബ് കോൺജുഗേഷൻ എന്ന് പറയും. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പേഴ്സണൽ പ്രൊനോമൻ. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ, യു, ഹി, ഷീ, ഇറ്റ്. ഓക്കെ, ആ സെയിം സാധനം തന്നെയാണ് ജർമ്മനിൽ പേഴ്സണൽ പ്രൊനോമൻ. അതായത് ഇഹ്, ഇഹ് മീൻസ് ഐ, ദു, ദു മീൻസ് യു, എർ, എർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി, സി, സി മീൻസ് ഷീ. നെക്സ്റ്റ് എസ്, എസ് മീൻസ് ഇറ്റ്. ദെൻ വിയർ, ഇംഗ്ലീഷിലെ വി. ഇയർ, ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ എന്നാണ് ഒരു മീനിങ് വരുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ദേ അല്ല. ഇപ്പൊ എനിക്കൊരു ക്ലാസ്സിനോട് പറയണം യു പ്ലീസ് റൈറ്റ് ഇറ്റ് ഫാസ്റ്റ്, എല്ലാവരോടും കൂടെയാണ് ഞാൻ പറയുന്നത് യു പ്ലീസ് റൈറ്റ് ഇറ്റ് ഫാസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ് യു ആണ്. പക്ഷെ ജർമ്മനിൽ നമുക്ക് യു യൂസ് ചെയ്യാൻ പറ്റില്ല, ഇയർ വേണം യൂസ് ചെയ്യാൻ. അതായത് ഒരു യു പ്ലസ് യു, യുവിന്റെ തന്നെ പ്ലൂറൽ ഫോമാണ് ഇയർ. ഒരു ക്ലാസ്സിനോട് എനിക്ക് ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ വെക്കേണ്ട സബ്ജക്റ്റ് ഇയർ ആയിരിക്കണം. ഓക്കെ, ദെൻ സി, നോട്ട് ചെയ്യണം എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, ഒരു സിയും കൂടി ഉണ്ട് സ്മോൾ ലെറ്റർ. ഓക്കെ, ഇതിന് രണ്ടിനും രണ്ട് മീനിങ് ആണ് വരുന്നത്. ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു സാധനം യൂസ് ചെയ്യും, താങ്കൾ, താങ്കളുടെ പേരെന്താണ്. എനിക്ക് രണ്ട് ടൈപ്പിൽ ചോദിക്കാം, നിന്റെ പേരെന്താണ്, താങ്കളുടെ പേരെന്താണ്. അപ്പൊ നിന്റെ പറയുമ്പോൾ ഒരു ഇൻഫോർമൽ, ആ യു ആണ് ദു. താങ്കളുടെ പേര്, താങ്കൾ, ഫോർമൽ ആയിട്ട് നമ്മൾ ഒരാളെ യു എന്ന് വിളിക്കുന്നതാണ് ഈ സി. ഓക്കെ, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ സി ഉണ്ട്. ഈ സി ദേ എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ദേ. ഇതാണ് നമ്മുടെ പേഴ്സണൽ പ്രൊനോമൻ. ഞാൻ നേരത്തെ പറഞ്ഞു വെർബ് സെക്കൻഡ് പ്ലേസിൽ ഉണ്ടായിരിക്കണം, സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കണം. ഓക്കെ, ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ വെർബ് ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കോമൻ, കോമൻ എന്ന് പറഞ്ഞാൽ ടു കം എന്നാണ് അർത്ഥം വരുന്നത്. ഇത് നമ്മുടെ ഒരു വെർബാണ് അല്ലെ. ഞാൻ ഇഹിന്റെ കൂടെയാണ് ഈ കോമൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെ കൊമെ എന്നാക്കാം, കൊമെ. ദൂവിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോംസ്റ്റ് എന്നാക്കാം. എർസിയസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോംറ്റ് എന്നാക്കാം. വിയറിന്റെ കൂടെ ആവുമ്പോൾ നമുക്ക് മാറ്റം വരുന്നില്ല, സെയിം കോമൻ. ഇയറിന്റെ കൂടെ വെക്കുമ്പോൾ കോംറ്റ്, സിയുടെ കൂടെ വെക്കുമ്പോൾ മാറ്റമില്ല, സെയിം തന്നെ കോമൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈച്ച് പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് നമ്മുടെ വെർബ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേണിൽ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് വെർബ് കോൺജുഗേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ എല്ലാ സെന്റൻസിലും നമ്മുടെ സബ്ജക്റ്റ് പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് വെർബ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനെ നമ്മൾ വെർബ് കോൺജുഗേഷൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ ബേസിക് റൂൾ ഇൻ ജർമ്മൻ. ഓക്കെ, എപ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് വേണം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ.
അതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെർബിനാണ്. വെർബ് സെക്കൻഡ് പ്ലേസിൽ ഉണ്ടായിരിക്കണം. വെർബ് മസ്റ്റ് ബി കോൺജുഗേറ്റഡ് വിത്ത് പേഴ്സണൽ പ്രൊനോമൻ. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ.